കൊടുത്തിരുന്നു. എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ആരോടും സങ്കടങ്ങളൊന്നും പറയുന്ന ഒരാളല്ലായിരുന്നു അവർ. ഒരാളെക്കുറിച്ചും കുറ്റം പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. ഈ അവസരങ്ങളൊക്കെ ഇല്ലാതെയാകുമ്പോൾ എപ്പോഴും പറയില്ല, നമ്മളെയൊക്കെ ഇപ്പം ആർക്കും ഇങ്ങനെ ഒരു പറച്ചിൽ പൊതുവേ ഉണ്ട് ഇൻഡസ്ട്രിയിൽ. പക്ഷെ കനകലത അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. അവർ ഒരിക്കലും ഒന്നിനും ഒരു പരാതിയോ ഒരു പരിഭവമോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. വളരെ നല്ല, ഞങ്ങളിപ്പോൾ കുറച്ച് മുമ്പേ ഇരുന്ന് രാജസേനൻ സാറും ഞാനും സംസാരിച്ചപ്പോൾ ഇതാണ് പറഞ്ഞത്. വളരെ നല്ല മനസ്സിനുടമയായിരുന്നു അവർ. പക്ഷെ അവര് അവസാന കാലത്ത് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അതാണ് സിനിമാ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഒരാൾ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും അവരെ അന്വേഷിക്കുകയും അവരെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അവർ പലപ്പോഴും ഇതുപോലെ പല 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 പരിപാടികൾക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ, പക്ഷെ ഇത് അവർ സിനിമയിൽ നിന്ന് അങ്ങ് ഒതുങ്ങിപ്പോയി, പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവസരങ്ങൾ ഇല്ലാതായി തുടങ്ങി. അതോടുകൂടി അവരെ അങ്ങ് മറന്നു, എല്ലാവരും അവരെ മറന്നു, അവരെങ്ങനെ ഇരിക്കുന്നു. അത് ഞാൻ എന്നും എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളോടൊപ്പം സഞ്ചരിച്ചവരെ നമ്മൾ ഒന്ന് ചേർത്ത് നിർത്താൻ എന്ത് ചെയ്യുന്നു സിനിമാ ലോകം എന്ന് ചോദിച്ചാൽ ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അവരുടെ വേദനകൾ, അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം ഒന്ന് ചർച്ച ചെയ്യാനോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചിലപ്പോൾ കുറച്ചു നേരം അവരോട് സംസാരിച്ചാൽ മതി. എല്ലാവർക്കും സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. അപ്പം അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല. ഒരുപാട് കുറ്റബോധം, എനിക്ക് കുറ്റബോധം തോന്നി. കനകലത മരിച്ചിട്ട് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ അവർക്ക് ഓർമ്മയില്ലെങ്കിൽ കൂടി നമുക്കവരെ അറിയാമല്ലോ. അവരുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ അവരുടെ ഉപബോധ മനസ്സിൽ ചിലപ്പോൾ നമ്മളെക്കുറിച്ച്, കാരണം ഞങ്ങളുടെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് അമ്പിളിക്ക് ഈ ഓർമ്മയില്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അമ്പിളിയുടെ അടുത്ത് പോയി, ആരെയും അറിയില്ല, അമ്പിളിയുടെ അടുത്ത് പോയി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഭാഗ്യവശാൽ എന്നെ നല്ല ഓർമ്മയുണ്ട്. അപ്പം എൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കും. അപ്പോൾ അവിടെ വന്നിരിക്കുന്നവരൊക്കെ ഇതാരാന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇത് ഇന്നാളാണ്. പക്ഷേ അവളെ ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിച്ച ഒരു വ്യക്തി അവിടെ വന്നിരുന്നപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞൊന്ന് സംസാരിക്കുന്നു. ശരിക്കില്ല, ഞാൻ സംസാരിക്കില്ല, എനിക്കറിയാം, എനിക്ക് ഇയാൾ ആരാണെന്നറിയാം, പോകാൻ പറ. അവരുടെ ഉപബോധ മനസ്സിൽ അവർ ഒരുപാട് സ്നേഹിച്ചവരെ അവർക്ക് നല്ല ഓർമ്മയുണ്ടാവും, അവരെ ഒരുപാട് വേദനിപ്പിച്ചവരെയും അവർക്ക് നല്ല ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ നേരിട്ടത് കണ്ട ഒരാളാണ്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു ചേച്ചിയുടെ അമ്മ കോമയിലായിരുന്നു. കുറേ ദിവസം കോമയിൽ കിടന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കിത് ഈ വെന്റിലേറ്റർ ഊരാം എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ അടുത്തിരുന്ന അമ്മയോട് പറയുന്നു, അമ്മ സോറി അമ്മ, കുറേ മാസങ്ങളായില്ലേ, ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഞാനിത് ഊരാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ ആ കണ്ണു അടച്ച് ഇങ്ങനെ കിടക്കുന്ന അവരുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നു. ദാറ്റ് മീൻസ് അവരുടെ ഉള്ളിൽ അവരത് അറിയുന്നുണ്ട് എന്നുള്ളത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത്. അയ്യോ ഇവരിതെല്ലാം അപ്പം ഈ അടുത്തടുത്തിരുന്ന് ആരൊക്കെ എന്തൊക്കെ പറയണം അതൊക്കെ അവർ കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഇത് എനിക്ക് തോന്നി, എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. എന്തുകൊണ്ട് ഞാൻ കനകലതയെ അന്വേഷിച്ചില്ല, ഞാൻ അവരെ കാണാൻ പോയില്ല. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി കുറേ നേരം ഇരിക്കുന്നത് കൊണ്ടോ ഇങ്ങനെ ഒരു അനുശോചന യോഗത്തിൽ അവരെക്കുറിച്ച് ഓർമ്മിക്കുന്നത് കൊണ്ടോ ഞാനൊട്ടും സംതൃപ്തയല്ല. എനിക്കത് വല്ലാതെ പൂർണ്ണമായ മനസ്സോടുകൂടിയാണ് ഞാൻ എന്നെ തന്നെയാണ് ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും നമ്മളെ ഈ ഇടക്കാലത്തായിട്ട് നമുക്ക് ഒരുപാട് പേര് സിനിമാ ലോകത്ത് നഷ്ടപ്പെട്ടു. വേൺചേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും മാമുക്കോയ ലളിത ചേച്ചി ഇങ്ങനെ നമുക്കറിയാവുന്നവർ ഓരോരുത്തരും നമ്മളെ വിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും എങ്ങനെ ഇരിക്കുന്നു ഇപ്പം അവർ അന്വേഷിക്കുക, അവർ അവിടെ എവിടെയോ ഉണ്ട്, ഓക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ നമ്മൾ ഓക്കെ പിന്നെ വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ പോയി കാണാം. അങ്ങനെ പാടില്ല. നമ്മൾ കാണണം എന്നാഗ്രഹിക്കുന്നവരെ നമ്മൾ ഉടനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പോയി കാണുകയും അവരോടൊപ്പം ഒരു അല്പനേരം സംസാരിക്കുകയും ചെയ്യുക തന്നെ വേണം. ആദ്യത്തെ സിനിമ വ്യൂഹം മുതൽ എല്ലാ സിനിമയും 7 മലയാള സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ 7 മലയാള സിനിമയും ഞാനാണ് ഡബ് ചെയ്തത്.
അങ്ങനെ ഒരു സൗഹൃദം സംഗീത് ശിവനുമായിട്ടുണ്ടായിരുന്നു. ബോംബെയിലാണ് ആയിരുന്നു, ഞാനിവിടെയാണ്. അങ്ങനെ എപ്പോഴും കാണുകയും വിളിക്കുകയും ഒന്നുമില്ല. ചിലപ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ ഒന്ന് വിളിക്കുമ്പോൾ കുറേ നേരം സംസാരിക്കും, വിശേഷങ്ങളൊക്കെ പറയും, ഭാര്യയുമായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു സൗഹൃദമായിരുന്നു. ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഇടപെടലുകളൊന്നും നടത്താതെ ഞാൻ എന്താണോ പറയുന്നത്, വെരി ഗുഡ്, ഓക്കെ ഓക്കെ ഓക്കെ, ഫാന്റാസ്റ്റിക്. അപ്പം ഞാൻ പറയാം, അങ്ങനെയല്ല ശിവ, അങ്ങനെയല്ല സംഗീതം, ഇതങ്ങനെയല്ല, ഇതിങ്ങനെ ഡബ് ചെയ്യുന്നത്, ഓക്കെ ഓക്കെ, യു ഡു വാട്ട് എവർ യു വാണ്ട് എന്നിങ്ങനെ സംസാരിക്കുകയും ഒരുപാട് എൻ്റെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളൊക്കെ എന്നോട് വിളിച്ച് എന്തു പറ്റി, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയണം, ഒരു ബ്രദറിനെ മാതിരി കൂടെ ഉണ്ട് എന്ന് വിചാരിക്കണം. പക്ഷെ ആർക്കും അറിയില്ല ഞാനും സംഗീതം വളരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. അങ്ങനെ സംഗീത, പിന്നെ കനകലതയെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു തായമ്പക എന്ന് പറയുന്ന ഒരു ഫിലിം ഞാൻ അഭിനയിച്ചിരുന്നു. ഞാനതിൽ ഹീറോയിൻ ആയിരുന്നു. പടം റിലീസായില്ല എന്ന് തോന്നുന്നു. നടൻ മോഹനും എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാനന്ന് മദ്രാസിലായിരുന്നു, അതുകൊണ്ട് കേരളത്തിൽ അത് റിലീസായതോ. നടൻ നമ്മുടെ ദേവൻ, മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, മോഹനേട്ടാന്ന് ഞാൻ വിളിക്കുക. നടൻ ദേവനും മുകേഷും രണ്ടുപേരുമായിരുന്നു എൻ്റെ നായകന്മാർ ആ സിനിമയിൽ. അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാനായിട്ട് കനകലത അന്ന് വന്നിരുന്നു. അന്ന് കൊല്ലത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കനകലതയെ പരിചയപ്പെടുന്നത്. പിന്നീട് ഞാനപ്പോൾ മദ്രാസിലായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ അധികം അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം പലപ്പോഴും സ്റ്റുഡിയോയിൽ ഡബ്ബിങ് നടക്കുമ്പോൾ അവർക്ക് ഡബ് ചെയ്യുന്നതൊക്കെ മറ്റു പലരുമായിരിക്കും. പക്ഷെ എന്നാലും